ഇല്ലെന്ന് രാവിലെയാണ് നടന്നത്. 5 മണിക്കാണ് സംഭവം. 5 മണി വെളുപ്പിന് 5 മണിക്കാണ് ഉണ്ടായത്. ഹമ്പ് വേണ്ടതാണ്. എന്ത് പണി? അതിന് ഞാൻ ചോദിച്ചത് ഇല്ലായിരുന്നു, അറിയില്ല, ഒന്നും കണ്ടില്ല. ആക്സിഡന്റ് എന്താ ശരിക്കും നടന്നത്? സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവര് ഗുരുവായൂർ തീർത്ഥയാത്ര കഴിഞ്ഞ ഒരു കുടുംബത്തിൽ 5 പേര് അവര് മാരുതി കാറിലായിരുന്നു. അപ്പൊ ആ കാറ് ഒരു ലോറി ഡ്രൈവറുടെ ശ്രദ്ധക്കുറവാണ്. ഒരു ലൈലാൻഡ് ലോറിയുടെ താഴേക്ക് മാരുതി കൂറ് അത് ഇടിച്ച് കയറ്റി. ഡൈലാൻഡ് വണ്ടിയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും എത്ര മണിക്കായിരുന്നു ഈ സംഭവം? എത്ര മണി? ഈ സംഭവം നടന്നത് വെളുപ്പിന് 5 മണിക്കാണ്. 5 മണിക്കാണ്. 5 മണി 4:60 ആര് ഒരു തെമ്മാടി ഒരുത്തരോട് ഞാൻ ചോദിച്ചപ്പോൾ 4:60 അല്ല ചേട്ടൻ ഇപ്പൊ കാര്യം പറഞ്ഞ മനസ്സിലായ? ഒരു കുടുംബത്തിൽ 5 പേര് ഒരു ലൈലാൻഡ് ലോറിയുടെ അടിയിലേക്ക് കയറിപ്പോയി മാരുതി. അത് ഈ ലോറി ഡ്രൈവറുടെ ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. ഒരു കുടുംബത്തിൽ 5 പേര്, 2 സ്ത്രീകളുണ്ടായിരുന്നു, മരിച്ചും പോയി. ഒരു കുടുംബത്തിൽ ശരിക്കും ഇവിടെ എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മാരുതി കാർ ഇവിടെ ഒരു ലോറി മുന്നേ അങ്ങനെ കാലത്ത് 5 മണിക്ക് കിടന്നാണ്. ഈ വളവുള്ളതുകൊണ്ടാണ് വെളുപ്പിനാണ് സംഭവം. ഒരു ആട് വട്ടം ചാടി. വട്ടം ചാടി ആടിന് വല്ലതും പറ്റിയ ആടിയത്തുപോയി. തള്ളാടിന്ന് പൊട്ടിക്കാടി. തള്ളാട് പൊട്ടിക്കഴിഞ്ഞ ചേട്ടൻ എന്തൊക്കെ പറയണത്? കുടുംബം പോറ്റണ ആടാണെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. 5 മനുഷ്യന്മാരെ എത്ര വെക്കുന്നതിന് കുഴപ്പമില്ലേ? 5 പേർക്കും പരാതിയില്ല. പക്ഷെ തള്ളാടിന്റെ വീട്ടുകാർക്ക് പരാതി ഉണ്ടാവില്ലേ? തള്ളാട് താനാരാ എന്താ ഈ പറയണത്? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടില്ല, ചോദിക്കണത് മനസ്സിലായി. അല്ലെങ്കിൽ ദണ്ഡവാണി എവിടുന്ന് വന്നത്? ശരിക്കില്ലേ മരിച്ച ടീം അതിന് മുമ്പ് ജീവിച്ചിരുന്ന ടീമാണ്. എന്റെ പൊന്നിയേട്ടാ, ഞാൻ മരിച്ചവർ അതിന് 5 മിനിറ്റ് മുമ്പ് ജീവിച്ചിരുന്നവരല്ലേ? പിന്നെ ഈ ടീം മനഃപൂർവ്വം ഇവര് കൊണ്ടുവന്നിട്ട് കാർ കൊണ്ടുവന്നിട്ട് ലോറിയുടെ സെറ്റപ്പിന് ഒപ്പിച്ചു കൊടുത്താണെന്ന് ഞാൻ ചേട്ടൻ മലയാളത്തിൽ 2 പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ പൊക്കെ ഇവിടെ തട്ടരുത്. എന്താണ് ഇവിടെ തട്ടരുത്? ഇവിടെ തട്ടുന്ന കളി വേണ്ട. എന്താ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കല്ലച്ചടക്കണേ? പൊക്കെ താൻ പോകും. സെറ്റപ്പ് വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. എന്താ ചേട്ടാ ഈ ടീം എന്ന് പറഞ്ഞല്ലോ, ഫാമിലി എന്ന് പറഞ്ഞു. ഫാമിലി പെണ്ണുങ്ങളുണ്ടായിരുന്നു. സംശയം ഇത് പീഡന കേസ് അങ്ങനെ ടീം എന്ത് വർത്താനം പറഞ്ഞ വൃത്തിയാണ് ഡോക്ടർ ബാലകൃഷ്ണൻ അറിയാൻ പാടില്ലേ? അയാളൊന്നും അങ്ങനത്തെ വൃത്തിയുടെ മനുഷ്യനൊന്നല്ല. ഈ മരിച്ചവരോട് ചോദിച്ചാൽ എവിടെ ഉള്ളവരാണെന്നല്ലോ ചോദിച്ചത്. മരിച്ചവരോട് ചോദിച്ച് ഇയാളെ എവിടെ വന്നിരിക്കണം അങ്ങനെ എന്ത് താൻ പറയണത്? ശരിക്കും കുഴപ്പം ലോറി ഡ്രൈവറാ. എനിക്കൊന്നും അറിയില്ല, ആ ലോറി ഡ്രൈവറുടെ കുഴപ്പം അയാളെ കൈ കിട്ടിയല്ലേ? ഇവിടെ അയാൾ ഓടി രക്ഷപ്പെട്ടോണ്ടാ. അതാണ് ശരിക്കും നമ്മൾ ഈ സംഭവം നടക്കും. എന്റെ പൊന്നിയേട്ട മലയാളത്തിൽ 3-4 പ്രാവശ്യം പറഞ്ഞു. ഇവിടെ 5 പേര് അപകടത്തിൽ മരിച്ചു. മരിച്ചവർക്ക് പരാതിയില്ലെന്ന് നമുക്ക് മനസ്സിലായി. മരിച്ചവർക്ക് അവരെവിടെ ഉള്ളവരാണെന്ന് ചോദിച്ചു. ഏത് വണ്ടിയാണ്, ഏത് രജിസ്ട്രേഷനാണെന്നുള്ളത്? ആലപ്പുഴ വണ്ടിയാണ്. ആലപ്പുഴ വണ്ടി എടുത്തുകൊണ്ട് വഴിക്ക് പോലീസ് പിടിക്കുന്നുള്ള ഒരു കള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഡ്രൈവർ ഇടപെട്ട് വണ്ടി ഗുണം. അല്ല ചേട്ടൻ വിടൂ അല്ലെ? വിട്ടുപോ. ദണ്ഡവാണി ദണ്ടിനടിക്കും. ഞാൻ ഇവിടെ മര്യാദ എനിക്കൊന്നും അറിയില്ല, ഒന്നും കണ്ടില്ല. അവിടെ സംസാരിക്കുന്നോട് വന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ശരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കുറെ നേരം ഇവിടെ സംസാരിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായ? മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ? ഒരു കുടുംബത്തിൽ 5 പേർ മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് ഒരു 5 പേര് മരിച്ചു, ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ ബാക്കി 4 പേര് മരിച്ചെന്ന് പറയും. ഇപ്പൊ പോയപ്പോ ഒരു ഫാമിലി പോയി. ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത്. ഞാൻ തന്നോട് മലയാളത്തിൽ പറഞ്ഞ ഒരു കുടുംബത്തിൽ 5 പേര് മരിച്ചു. ഞാൻ താൻ കുറെ നേരത്തെ ഇവിടെ വന്ന് ഇത് അന്വേഷിക്കണല്ലോ. താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ? കുറെ നേരം താൻ ചോദിക്കണം. താൻ ആരാടോ? താൻ പഞ്ചായത്ത് മെമ്പറാണ്, വാർഡ് മെമ്പറാണ്, പോലീസ് ഇൻസ്പെക്ടറാണ്, ഫയർഫോഴ്സുകാരാണ്. താൻ ആരാടോ? ഞാനൊരു ഡ്രൈവർ. അത് ശരി.